നന്നാവണമെങ്കിൽ കല്യാണം മാത്രം കഴിച്ചാ പോരാ. വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് പറഞ്ഞു, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ. നിങ്ങൾക്ക് വിവാഹം റബ്ബ് നിശ്ചയിച്ചത് സമാധാനം ഉണ്ടാകാൻ വേണ്ടിയാ. പലരും ചോദിക്കാറുണ്ട്, കല്യാണം കഴിക്കുന്നത് വരെയുള്ള സമാധാനം കല്യാണം കഴിഞ്ഞതോടെ പോയി കിട്ടിയതാ, പിന്നെന്താ ഖുർആൻ അങ്ങനെ പറയാനുള്ള കാരണം എന്ന്? പെണ്ണ് കെട്ടിയാലും കല്യാണം കഴിച്ചാലും മാത്രം സമാധാനം തരാന്ന് പടച്ചോൻ പറഞ്ഞിട്ടില്ല. മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വജഅല ബൈനക്കും മവദ്ദത്തം വറഹ്മ, ആദ്യം സ്നേഹമുണ്ടാകണം, കരുണയുണ്ടാകണം, ബഹുമാനിക്കണം, ആദരിക്കണം, അംഗീകരിക്കണം. നബി തങ്ങളത് പറഞ്ഞപ്പം ആയിഷ ബീവി ചോദിച്ചു, നബിയെ ഒന്ന് വിശദീകരിച്ചു തന്നാലും. പുഞ്ചിരിയോടെ റസൂലുള്ള പറഞ്ഞു, നിന്റെ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നതിന് നിനക്ക് സ്വതക്കയുടെ കൂലിയുണ്ട്. ആയിഷ ബീവി കണ്ണിമ വട്ടാതെ റസൂലിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ പുഞ്ചിരിയോടെ റസൂലുള്ള ചോദിച്ചു, എന്തേ ആയിഷ? ഒന്നുമില്ല നബിയെ, ഒരമണിക്കൂർ സ്വതക്കന്റെ കൂലി വാങ്ങട്ടെ ഞാൻ, നിങ്ങൾ അവിടെ തന്നെ ഇരിക്കി. ഇന്നോ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും ഇഷ്ടമില്ലാത്തവര് അയാളെ മുഖത്തേക്ക് നോക്കി അല്ലാത്ത പ്രാന്താ വരിക എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ കുടുംബ ബന്ധത്തിൽ അംഗീകാരം കൊടുക്കണം. ആണ് പെണ്ണിനെയും പെണ്ണാണിനെയും അംഗീകരിക്കണം. ഒരു ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം.